നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് മോഷണം പോയ കേസിൽ ഒരാൾ പിടിയിൽ. ചങ്ങരംകുളം ആലങ്കോട് സ്വദേശി അനീഷ് കുമാറിനെയാണ് പിടികൂടിയത്. ഇയാളുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ആഴ്ചകൾക്ക് മുമ്പാണ് പരുതൂർ കൊടുമുണ്ട സ്വദേശി ശ്രീഹരിയുടെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മോഷണം പോയത്. ലോക്ക് തകർത്താണ് ബൈക്ക് മോഷ്ടിച്ചിരുന്നത്. ശ്രീഹരിയുടെ പരാതിയെ തുടർന്ന് തൃത്താല പോലീസ് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് ചങ്ങരംകുളം പോലീസ് മറ്റൊരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് ആലങ്കോട് സ്വദേശി 20 വയസ്സുകാരനായ അനീഷ് കുമാറിനെ പിടികൂടിയത്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പള്ളിപ്പുറത്തു നിന്നും ബൈക്ക് മോഷ്ടിച്ച കാര്യം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് തൃത്താല പോലീസ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കിണറ്റിലെ മോട്ടോർ വാഹനങ്ങളിലെ പെട്രോൾ എന്നിവ മോഷ്ടിച്ച കേസുകളിലും അനീഷ് പ്രതിയാണ്. പട്ടാമ്പി കോടതിയിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃത്താല നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾ, 100% റിസൾട്ട് നേടിയ വിദ്യാലയങ്ങൾ എന്നിവരെയാണ് അനുമോദിക്കുന്നത്. 22 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വാവന്നൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ മന്ത്രി MB രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിഭകൾക്കൊപ്പം എന്ന പരിപാടിയിൽ കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദഗ്ധരുമായി സംവദിക്കാൻ അവസരമുണ്ട്. മുൻ DGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയായി കുട്ടികളുമായി സംവദിക്കും. അമേരിക്കയിലെ ക്ലംസൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറും ശാസ്ത്രജ്ഞരുടെ അന്താരാഷ്ട്ര സംഘടനയായ ക്രൈബ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണുമായ ഡോക്ടർ ശ്രുതിയും കുട്ടികളെ അഭിസംബോധന ചെയ്യും. മണ്ഡലത്തിലെ മുൻ MLA മാരായ TP കുഞ്ഞുണ്ണി, VK ചന്ദ്രൻ, VT ബൽറാം, നിയുക്ത MP അബ്ദുൾ സമദ് സമദാനി എന്നിവർ രക്ഷാധികാരികളും ബ്ലോക്ക് പ്രസിഡന്റ് VP റജീന ചെയർമാനും എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭ പുഴയിൽ നിന്നും 2 കന്നുകാലികളെ പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട്. പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയാണ്. കന്നുകാലികൾ പുഴയിലെ വെള്ളം മലിനമാക്കുന്ന സാഹചര്യവുമുണ്ട്. പട്ടാമ്പി നഗരസഭാ പരിധി പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിടരുതെന്ന് പലതവണ കന്നുകാലിയുടെ ഉടമകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതാണ്. എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കീഴായൂർ നമ്പറം പ്രദേശത്ത് രാവിലെ നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും 2 പോത്തുകളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭാരതപ്പുഴയിൽ കന്നുകാലികളെ അനിയന്ത്രിതമായി മേയാൻ വിടുന്നത് കാരണം കുടിവെള്ളം മലിനമാവുന്നെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ പത്രത്തിലും ചാനലും സോഷ്യൽ മീഡിയ വഴിയും ഇനി ഇത് ആവർത്തിക്കണമെന്ന് പല പ്രാവശ്യം നിർദ്ദേശം നൽകിയിട്ടും നോട്ടീസ് നൽകിയിട്ടും പരിശോധനയിൽ അത് അവിടെ മേയുന്നതായി ഇന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ട 2 കന്നുകാലിയെ പിടിച്ചുകെട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിന്റെ ഉടമ ഹാജരാകുവാൻ കർശന പിഴ ചുമത്തി വിട്ടു നൽകുന്നതാണ്. തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ അന്തിമമായിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ലേലം ചെയ്യുക എന്നുള്ള നടപടിയാണ്. അതുപോലെ തന്നെ അവർക്ക് കർശന പിഴയും ചുമത്തുന്നതാണ്. ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PG ഷെരീഷ്, KM സാഹിറ, മഹിമ, സംഗീത തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി. കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തൃത്താല കപ്പൂരിലാണ് സംഭവം. ഇത് വീടിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ അമേറ്റിക്കര പാലക്കൽ മോദിയൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കനത്ത മഴയിലായിരുന്നു സംഭവം. സംഭവ സമയത്ത് മോദിൻകുട്ടിയും ഭാര്യ റംലയുമാണ് വീടിനകത്തുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് സംരക്ഷണ ഭിത്തിയും മണ്ണും ഉൾപ്പെടെ കിണറിലേക്ക് പതിച്ചത് കാണുന്നത്. അടുക്കള ഭാഗത്തോട് ചേർന്നാണ് കിണർ ഉള്ളത്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വീണതിൻ്റെ ഇവിടെ വില്ലേജ് ഓഫീസിൽ കൊടുത്ത് പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അത് എടുത്തില്ല, വില്ലേജിൽ കൊടുക്കാൻ പറഞ്ഞു. പോയപ്പോൾ എപ്പോഴാണ് പൊട്ടിച്ചാടുമെന്ന് പറയുമ്പോൾ ചെല്ലോ മഴ വരുമ്പോൾ പിന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നെ. കാരണം ഏത് കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും ആൾ വരണില്ല, പിഴ പോയെങ്കിലും വിചാരിച്ചു. ഏതാണ്ട് 10 അടിയോളം മണ്ണിടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിഞ്ഞതോടെ വീടും അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. വീട്ടുകാരുടെ കുടിവെള്ളവും നിലവിൽ മുട്ടിയിരിക്കുകയാണ്. കിണർ കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്.
മഴ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പേടി. അത് വീടിങ്ങനായ കാരണം. പിന്നെ വീടിൻ്റെ അപ്പുറം ഒരു മൂല പോയിക്കണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മലബാർ മേഖലയിൽ പാൽ സംഭരണത്തിന്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ KS മണി. പട്ടാമ്പിയിൽ മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ BMC സംഘങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷം പാൽ സംഭരണം കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% പാൽ സംഭരണം ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. 7 ലക്ഷത്തോളം പാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും മിൽമ ചെയർമാൻ KS മണി സൂചിപ്പിച്ചു. മലബാർ മേഖലാ യൂണിയനിലെ 6 ജില്ലകളിലെ സംഘങ്ങളിലൂടെ വിതരണം ചെയ്യും. ആ 35 കോടി രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ യൂണിയന്റെ മൊത്തം അറ്റലാഭത്തിന്റെ 98% ഇങ്ങനെ നമ്മൾ കൊടുത്തതായിട്ടാണ് കണക്ക് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു യൂണിയനുകളോ അല്ലെങ്കിൽ ഫെഡറേഷനോ അവകാശപ്പെടാൻ കഴിയാത്തതാണ്. അറ്റലാഭം സാധാരണഗതിയിൽ യൂണിയന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരമാവധി മാറ്റിവെക്കുകയാണ് പതിവ്. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ ക്ഷീരമേഖല രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് പാൽവില കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന ചെലവുള്ള സംസ്ഥാനവും നമ്മളെ. രാജ്യത്തെ കണക്കെടുത്ത് നോക്കിയാൽ 83% പാലിന്റെ വിറ്റുവരവിന്റെ നേരിട്ട് കർഷകർ കൊടുക്കുന്ന വേറൊരു സംസ്ഥാനവും ഇല്ല. 75 മുതൽ 80% വരെയാണ് പല സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നത്. നമ്മൾ 83% കൊടുക്കുന്നത് കൂടാതെയാണ് ഈ വിറ്റുവരവിൽ നമ്മൾ ഉണ്ടാക്കുന്ന അറ്റ ലാഭത്തിന്റെ 98% വീണ്ടും കൊടുക്കുന്നത്. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ BMC സംഘങ്ങൾക്കുള്ള കെട്ടിട ഗ്രാന്റ് വിതരണവും റിവോൾവിംഗ് ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചത്. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചായിരുന്നു ചടങ്ങ്. മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ VV ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഊർമിള കുമാരി, K ചന്താമര, S അനോജ്, K ഷീജ, ഡോക്ടർ നിർമ്മലകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. സുഗന്ധം പരത്തി അഴക് വിരിച്ച് കടമ്പ് പൂത്തു. ആറ്റത്ര ഇടമന കളത്തിൽ രാമകൃഷ്ണ ബാബുവിന്റെ വീട്ടുമുറ്റത്തെ കടമ്പ് പൂത്തു നിൽക്കുന്നത് വർഷത്തിലൊരിക്കൽ മഴ പെയ്യുന്നതിന്റെ സൂചനയായാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു. ചെറിയ പന്തുപോലെയുള്ള പൂക്കൾക്ക് 1-2 ദിവസം മാത്രമാണ് ആയുസ്. വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്കുള്ളത്. ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട്. കദംബ, ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത്. കടമ്പുമരം ഹിന്ദു മതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു. വൃക്ഷ ആരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട്. പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പുമരത്തിന് കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം. പിരിഞ്ഞുപോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കടമ്പുമരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി യമുനാ നദിയിൽ ചാടിയതെന്നും പറയുന്നു. അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പുമരത്തിന് പറയാനുണ്ട്. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്തു നിന്നും അമൃതുമായി വരും വഴി
യമുനാ നദിക്കരയിലെ കടമ്പുമരത്തിലാണ് വിശ്രമിച്ചതത്രേ. ആ സമയം അല്പം അമൃത് മരത്തിൽ വീഴാനിടയാക്കി. പിന്നീട് കാളിയന്റെ വിഷമേറ്റ് യമുനാ നദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയപ്പോൾ കടമ്പുമരം മാത്രം കരിയാതെ നിന്നു. ധാരാളം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പുമരം എന്നാണ് പഴമക്കാർ പറയുന്നത്. കടമ്പുമരത്തിന്റെ തൊലി, പൂവ്, കായ, വേര് എന്നിവ ഔഷധ ഗുണം നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു. കടമ്പിൻ പൂക്കൾ പൂജാചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു. ടെന്നീസ് ബോളിന്റെ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇതിന് ടെന്നീസ് പൂക്കളെന്നും കോവിഡ് വൈറസുമായി രൂപസാദൃശ്യമുള്ളതിനാൽ കൊറോണ പൂക്കൾ എന്ന ചെല്ലപ്പേരും ലഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്തുള്ള നഴ്സറിയിൽ നിന്നും 10 വർഷം മുമ്പ് വാങ്ങിയ ചെടി 5 വർഷമായി പൂവിടുന്നു. ഇതൊരു 10 വർഷമായിട്ടുണ്ട്. ഈ തൈ കുന്നംകുളത്ത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ്. തണലിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇത് പൂത്തിട്ടുണ്ട്. വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുള്ളൂ. അത് നല്ല മഴ സമയത്ത് ജൂൺ ജൂലൈ സമയത്താണ് ഇത് പൂവിടുന്നത്. രാത്രിയിലാണിത് വിരിയണത്, പൂ വിരിയണത്. ഇതിന് 2 ദിവസത്തെ ഐസേ ഉള്ളൂ. ഇത് ഇന്ന് കഴിഞ്ഞ നാളോട് കൂടെ ഇത് മുഴുവൻ കൊഴിഞ്ഞു പോകും. അപ്പോൾ കൂടല്ലൂർ സ്വദേശി മുബാറക്കിന്റെ ധീരതയും മനോധൈര്യവുമാണ് പുഴയുടെ ആഴക്കയത്തിൽ മുങ്ങിത്താണ് തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതെന്ന് ഷെഫീദ. പെരുന്നാൾ ദിവസം വൈകിട്ട് കുടുംബത്തോടൊപ്പം പുഴ കാണാനെത്തിയ ഷെഫീദയും മകൻ 7 വയസ്സുള്ള മുഹമ്മദ് റിസ്വാനും പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന് താഴോട്ട് പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെ റിസ്വാൻ കാൽവഴുതി പുഴയിലെ ഒഴുക്കിൽപ്പെട്ടു. മകനെ രക്ഷിക്കാൻ ഉമ്മയും പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്തൽ വശമില്ലാത്ത രണ്ടുപേരും പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവരുടെ അലർച്ചയും നിലവിളിയും കേട്ട് പരിസരത്തുണ്ടായിരുന്ന മുബാറക് ഓടിയെത്തി പുഴയിലേക്ക് എടുത്തുചാടി. മുബാറക് ഇവരെ പിടിച്ചുയർത്തി കരയിലേക്ക് എത്തിച്ചു. എന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. പിന്നെ എനിക്ക് തോന്നി കൈയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോഴാണ് മുങ്ങാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചാടി വേഗം. അപ്പോൾ ഓൻ്റെ കൈ പിടിച്ച് ഓന് ഇന്നോട് വലിക്കുക ചെയ്ത്. എനിക്കും നീന്തൽ അറിയില്ലായിരുന്നു. ഞാൻ വെള്ളത്തിൽ താന്നു, ഓനും താന്നു. അങ്ങനെ എൻ്റെ 2 കൈ പിടിച്ചിട്ട് ഞാനും അവനങ്ങോട്ട് പൊന്തിക്കുകയും ചെയ്തു. പൊന്തിച്ചപ്പോൾ അങ്ങോട്ട് പൊന്തി വന്ന് ഞാനങ്ങോട്ട് താവുകയും ചെയ്തു. പിന്നെ കുറേ താഴത്തേക്ക് എത്തിയതിന് ശേഷം പിന്നെ ഞാനങ്ങോട്ട് മേലേക്ക് കൈയായിട്ട് തുഴഞ്ഞിട്ട് മേലേക്ക് പൊന്തി. അങ്ങനെ ഇനി വലിച്ച് കയറ്റുകയും ചെയ്തിട്ട് അവനോട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രക്ഷിക്കാൻ പറ്റി. ഉണ്ടായിരുന്നു അവിടെ ഫാമിലിയൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുട്ടികളായിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കണം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെ അത്ര ആഴമില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇവന് ഇറങ്ങിയത്. പക്ഷെ അവരിരിക്കണതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ നല്ല മഴ പെയ്തിരുന്നതിനാൽ പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കൂടല്ലൂർ വടക്കേപ്പുഴയിൽ ഒരു കുട്ടിയും ഉമ്മയും മുങ്ങി മരിച്ചതിൻ്റെ നടുക്കുന്ന ഓർമ്മയിൽ കഴിയുന്ന നാട്ടുകാർ മുബാറക്കിൻ്റെ ഇടപെടലിലൂടെ വീണ്ടുമൊരു ദുരന്തമൊഴിവായ ആശ്വാസത്തിലാണ്. കൂടല്ലൂർ പുളിക്കൽ അബ്ദുറഹ്മാൻ ഹാജിയുടെയും ആയിഷയുടെയും മകനാണ് മുബാറക്. അസ്മയാണ് ഭാര്യ. CCTV ന്യൂസ് തൃത്താല. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.